നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കയ്പമംഗലത്ത് നിർമ്മാണത്തിനിടെ കെട്ടിടം തകർന്നു വീണ 3 തൊഴിലാളികൾക്ക് പരിക്ക്. ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്റർ കയ്പമംഗലം കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA നിർവഹിച്ചു. കഴിമ്പ്രത്ത് CPI നേതാവിന്റെ ബൈക്ക് സാമൂഹ്യ വിരുദ്ധർ പെട്രോൾ ഒഴിച്ചു കത്തിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കയ്പമംഗലത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന കെട്ടിടം തകർന്നു വീണ 3 തൊഴിലാളികൾക്ക് പരിക്ക്. ബോർഡിന് കിഴക്ക് ഭാഗത്തെ കമാലിയ മസ്ജിദിന്റെ 2ാം നില പണിയുന്നതിനിടെ ശനിയാഴ്ച രാവിലെ 11:30ഓടെയാണ് അപകടം. ചന്ദ്രാപിന്നി സ്വദേശി തുപ്രാടൻ ജയപ്രകാശിന്റെ മകൻ ജിനീഷ്, എടത്തിരുത്തി കുട്ടമംഗലം സ്വദേശി കൃഷ്ണൻകുട്ടി, പി വെമ്പലൂർ സ്വദേശി സുധീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ജിനീഷിനെ തൃശൂർ ജൂബിലി ആശുപത്രിയിലും മറ്റുള്ളവരെ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. 7 പേർ അടങ്ങുന്ന തൊഴിലാളി സംഘം വാർക്കപ്പണി നടത്തിക്കൊണ്ടിരിക്കെ വാർക്കത്തട്ടിന്റെ തൂണുകൾ തകർന്ന് താഴെ വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് ഓടിയെത്തിയ മറ്റു തൊഴിലാളികളും നാട്ടുകാരും അടിയിൽപ്പെട്ട 2 പേരെ രക്ഷിച്ചെങ്കിലും ഒരാളുടെ കാലുകൾ വാർക്കയ്ക്കിടയിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. അരമണിക്കൂറിനുള്ളിൽ ഇരിങ്ങാലക്കുട നിന്ന് ഫയർഫോഴ്സും മതിലകം പോലീസും എക്സ് ലൈഫ് ഗാർഡ് പ്രവർത്തകരും സ്ഥലത്തെത്തി. തുടർന്ന് കോൺക്രീറ്റ് കോരിമാറ്റിയാണ് കാലുകൾ വാർക്കയ്ക്കിടയിൽപ്പെട്ടയാളെ പുറത്തെടുത്തത്. തിരുവനന്തപുരം സ്വദേശി തുളസി എന്ന കരാറുകാരനാണ് വാർക്കപ്പണി നടത്തുന്നത്. പകുതിയോളം കോൺക്രീറ്റ് കഴിഞ്ഞപ്പോഴാണ് കെട്ടിടം തകർന്നത്. അശാസ്ത്രീയ രീതിയിൽ മുളന്തൂണുകൾ സ്ഥാപിച്ചതാണ് വീഴ്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിളിക്കാം. ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന്റെ കയ്പമംഗലം കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപന കർമ്മം VS സുനിൽകുമാർ MLA നിർവഹിച്ചു. അധികം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന രോഗമായി ക്യാൻസർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ മരണപ്പെടുന്നത് കേരളത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ്. പക്ഷേ ഇപ്പോൾ ക്യാൻസർ രോഗം അതിനേക്കാൾ കൂടുതലായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കണക്ക് പറയുന്നത്. ഹൃദ്രോഗവും പിന്നെ ക്യാൻസർ രോഗവും തമ്മിലുള്ള മത്സരമാണ്. ആരാണ് കൂടുതൽ ആളുകളെ മരണത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളൊരു മത്സരമാണ് നടക്കുന്നത്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ ക്യാൻസറിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ രോഗികളുടെ എണ്ണം. ക്യാൻസർ രോഗ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ സമീപിക്കുന്ന വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ പരിധി കഴിഞ്ഞാൽ ഈ രോഗത്തിൻ്റെ പ്രത്യേക അവസ്ഥയിലേക്ക് രോഗികൾ എത്തിച്ചേരുന്ന സന്ദർഭങ്ങളിലെല്ലാം പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ആൽഫ പാലിയേറ്റീവ് പെയിൻ ഈ സെൻറ്റർ നമുക്ക് വേണ്ടി തരണം ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. ഒരാളെ നിങ്ങൾ എപ്പോഴെങ്കിലും സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ രോഗം വരുമ്പോൾ ആണ് സഹായിക്കേണ്ടത്. അയാൾ ഏറ്റവും ശാരീരികവും മാനസികവുമായും എത്ര സമ്പന്നനാണെങ്കിലും രോഗം വരുമ്പോഴാണ് അയാൾ ഏറ്റവും അധികം പ്രയാസം നേരിടുന്നത്. ആ സന്ദർഭത്തിലാണ് സാന്ത്വന പരിരക്ഷ ആവശ്യമുള്ളത്. അതാണ് ഏറ്റവും വലിയ മാനുഷികമായിട്ടുള്ള കാര്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം ഒരു മാനുഷിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീ നൂറുദ്ദീൻ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഒരു അഭിനന്ദനം കൂടി കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഇന്നൊരു വലിയ അവാർഡ് കൂടി ലഭിച്ചാണ്. അത് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കയ്പമംഗലം യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS സുരേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം അനിത ബാബു, PA അബ്ദുൾ മജീദ്, ഡോക്ടർ ജയരാജ്, ഡോക്ടർ ജോസ്, PK റാസിക്, ജെർമി ജോൺസൺ, ഫെനി ജോൺസൺ എന്നിവർ സംസാരിച്ചു. കാളമുറി സ്വദേശി പുതിയ വീട്ടിൽ ഷംസുദ്ദീൻ, മൊയ്തീൻകുട്ടി എന്നിവർ നൽകിയ 6 സെന്റ് സ്ഥലത്താണ് കെട്ടിടം പണിയുന്നത്. UAE-യിലെ ഇവരുടെ സ്ഥാപനത്തിലെ സ്റ്റാഫിന്റെയും മാനേജ്മെന്റിന്റെയും സഹകരണത്തോടെയാണ് കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത്. സ്ഥലത്തിന്റെ രേഖകൾ ചടങ്ങിൽ വെച്ച് ആൽഫ ചെയർമാൻ KM നൂറുദ്ദീന് കൈമാറി. വർദ്ധിച്ചുവരുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പെരിഞ്ഞനത്ത് മഹിളാ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. കൊറ്റംകുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പെരിഞ്ഞനം സെന്ററിൽ സമാപിച്ചു. സാമൂഹ്യ വിരുദ്ധരെ അറസ്റ്റ് ചെയ്യുക.
തുടർന്ന് നടന്ന യോഗം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സംസ്ഥാനത്തെമ്പാടും വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജനകീയാസൂത്രണ പ്രസ്ഥാന പ്രവർത്തനത്തിന് ശേഷം ഒരുപക്ഷെ ഇത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടായത് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന് ശേഷം മാത്രമാണ്. അതിന്റെ ഭാഗമായി സാംസ്കാരിക മേഖലയിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രം, കേരളം എന്തുകൊണ്ട് ഇങ്ങനെയായി, മറ്റ് 28 സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ കേരളം എന്തുകൊണ്ട് ഇത്തരത്തിൽ മാറി നിൽക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച സാംസ്കാരിക നായകർ, ശേഷം കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകൾ, അവർ ഈ മേഖലയിൽ ഊന്നിയിട്ടുള്ള നയങ്ങളും പരിപാടികളും അവയുടെയൊക്കെ തന്നെ പിൻഗാമികളാകാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷത വഹിച്ചു. പുഷ്പ ശ്രീനിവാസൻ, സായിദ മുത്തുക്കോയത്തങ്ങൾ, NK രാംദാസ്, TP രഘുനാഥ്, ശൈലജ പ്രദീപ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെയും പടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ നിർമ്മിച്ച അയ്യങ്കാളി സാംസ്കാരിക നിലയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് C. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വളരെ കൃത്യമാണ്. ഇത് ഒക്ടോബർ മാസം, ഒക്ടോബർ 2-ാം തീയതി കഴിഞ്ഞ 2-ാം തീയതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 144-ാം ജന്മദിനം ഞാൻ നിങ്ങളും ആഘോഷിച്ചതാണ്. ആ ഗാന്ധി ജയന്തി വാരാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 12-ാം തീയതി. ഇതിനുവേണ്ടിയാണ് ജില്ലാതലത്തിലുള്ള സാമൂഹ്യ ഐക്യദാർഢ്യ പശ്ചാത്തല ജില്ലാതല സമ്മേളനം ഇന്നലെയാണ് സംസ്ഥാന സർക്കാർ തൃശ്ശൂർ ജില്ലയിൽ സംഘടിപ്പിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് ഈ കാലഘട്ടത്തെ ഈ സംവിധാനത്തെ സൂചിപ്പിച്ചത് നമുക്ക് ഇന്നലകളില്ലാത്തൊരു പുതിയ ഇടപെടലായിരുന്നു ഈ സംരംഭം. പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത പീതാംബരൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അനിത രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനന്ദ കൃഷ്ണൻ, CM ഉണ്ണികൃഷ്ണൻ, ലത വാസു, KS സൂരജ്, ബേബി ലോഹിതാക്ഷൻ, സുനന്ദ ഉണ്ണികൃഷ്ണൻ, VR രഗേഷ്, ശശികല ശോഭൻദാസ് എന്നിവർ സംസാരിച്ചു. എടതിരിഞ്ഞി മതിലകം റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാത്ത PWD നിലപാടിൽ പ്രതിഷേധിച്ച് AIYF പ്രവർത്തകർ എടതിരിഞ്ഞിയിൽ റോഡ് ഉപരോധിച്ചു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VB ബാവിൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ഗതാഗത യോഗ്യമല്ലാതായി തീർന്ന പടിയൂരിനെയും മതിലകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എടതിരിഞ്ഞി മതിലകം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ PWD അധികാരികൾ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് AIYF ഈ സൂചനാ സമരം നടത്തുന്നത്. നേരത്തെ ബിജു സൂചിപ്പിച്ചതുപോലെ തന്നെ 24 മണിക്കൂറോ 48 മണിക്കൂറോ ഈ റൂട്ടിലെ ഗതാഗതം സ്തംഭിച്ചുകൊണ്ട് സമരം നടത്താൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണ് AIYF. പക്ഷേ ജനങ്ങളുടെ സൗകര്യാർത്ഥം ഞങ്ങൾ കേവലം 10 മിനിറ്റ് മാത്രം ഇതിലെ ഗതാഗതം തടസ്സപ്പെടുത്തിയാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുക. ഇത് ഒരാഴ്ച ഈ റോഡ് ഉപരോധിച്ചാലും ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ ഞങ്ങളെ കുറ്റം പറയുക. KC ബിജു അധ്യക്ഷത വഹിച്ചു. P മണി, KV രാമകൃഷ്ണൻ, VR രമേശ്, KS പ്രസാദ്, KP കണ്ണൻ, VT ബിനോയ് എന്നിവർ സംസാരിച്ചു. എടമുട്ടം ആൽഫ പെയിൻ ക്ലിനിക്കിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി NH17 പാലപ്പെട്ടിയിലെ പുതിയ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA പുതിയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആൽഫയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ആൽഫയുടെ പ്രവർത്തകന്മാരും ആൽഫയെ പറ്റി നന്നായിട്ട് അറിയുന്നവരാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മൾ ആൽഫ നമ്മുടെ ഇടമുട്ടത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൽഫയുടെ പ്രവർത്തനം താൽക്കാലികമായിട്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്യാനിടെ സൂദേട്ടനോട് സൂചിപ്പിച്ചു.
അതിൻ്റെ ഈ നിൽക്കുന്ന സ്ഥലത്തെ പറ്റിയും പറഞ്ഞു. നമ്മുടെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ വീട് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതെ, താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും അതൊരു വലിയ, അതിപ്പോൾ ആരോട് കൊട്ടിഘോഷിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമില്ല, താങ്കൾ തന്നെ താങ്കളുടെ താല്പര്യപ്രകാരം ചെയ്തൊരു കാര്യമാണ്. ആരും ഇവിടെ എന്തുകൊണ്ട് വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലെന്ന് ആരും ചോദിക്കില്ല. പക്ഷേ അതങ്ങനെ ചെയ്തത് ഒരു വലിയൊരു മഹത്തായൊരു കാര്യമാണ്. അതിനേക്കാളെല്ലാം ഉപരിയായി ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. രോഗം വരുമ്പോഴും അതുപോലെ തന്നെ മറ്റേതെങ്കിലും ശാരീരിക അവശതകൾ വരുമ്പോൾ, ഇവിടെ ഞാൻ നേരത്തെ ചെയർമാൻ സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ചില കാര്യങ്ങൾ പണം ഉണ്ടെങ്കിലും നമുക്ക് നടക്കില്ല. കെ സുഗതൻ അധ്യക്ഷത വഹിച്ചു. KM നൂർദ്ദീൻ, VP നന്ദകുമാർ, ഗീതാ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു.